Guys, welcome back to my YouTube channel. It's me Nini. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവൂൻ്റെ അംഗൻവാടിയിലെ സെലിബ്രേഷനാണ്. സോ അവിടേക്ക് പോകണം. അപ്പോൾ നമുക്ക് സെലിബ്രേഷനൊക്കെ കാണാം. നല്ല വെതർ മഴയാണ്. മഴയത്ത് കൊള്ളാവുമെന്ന് അറിയില്ല. എനിവേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചേച്ചി ഞാനും കൂടി റെഡിയായി സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സെറ്റ് മുണ്ടൊക്കെ സെറ്റായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും പൂവ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പൂവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുറന്ന് വെച്ചേ കാണുന്നത് എല്ലാം കൂടെ അടങ്ങിയിരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, കുറച്ചൊന്ന് ഇതായി പോവില്ലേ. സോ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി എല്ലാം തുറന്ന് വെച്ചിരിക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് കിറ്റിലാക്കി വെക്കണം എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ ഞാനതൊക്കെ ചെയ്യാം. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ആൻഡ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വെരി താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വീട്ടിൽ ഓണം ഇല്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ ഓണത്തില്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും വീടിൻ്റെ അകത്തില്ല. ബട്ട് നമ്മൾ അംഗനവാടിയിലും പിന്നെ ഇന്ന് തന്നെയാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് പിള്ളേർക്ക്. അപ്പോൾ അവരുടെ സെലിബ്രേഷൻ കൂടി വീട്ടിൽ തന്നെ നടക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. അതുപോലെ തന്നെ നിങ്ങളുടെ ഓണമൊക്കെ എവിടം വരെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓണം അടിപൊളിയായിട്ട് പോകുന്നോ, അതോ അത്തം മുതൽ തിരുവോണം വരെ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾ. അപ്പം നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം. ഇവുവിൻ്റെ അംഗനവാടിയിലാണ് സെലിബ്രേഷൻ. ബട്ട് ഇവു ഇപ്പോഴും റെഡി ആയിട്ടില്ല. അവൻ്റെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മയും അമ്മയും റെഡി ആയി കഴിഞ്ഞു. എന്തായാലും ഇവുവിനെ റെഡി ആക്കി കഴിഞ്ഞിട്ട് കാണാതെ അവൻ്റെ മുടി വെട്ടിയത് കണ്ടില്ലേ നിങ്ങൾ. ഹായ് ഇവു. ഇവുവിൻ്റെ അംഗനവാടിയിൽ എന്താ പ്രവേശനോത്സവോ? സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ പറയും. അപ്പം നമ്മൾ പോവാ അല്ലേ? ഓക്കെ. നമ്മളോട് എല്ലാവരും സെലിബ്രേഷൻ ഒരു 9:30 എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മൾ കറക്റ്റ് 10 മണിക്ക് എത്തി ഗൈസ്. അപ്പം നമ്മൾ ഭയങ്കര പറന്നാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേച്ചി ഭയങ്കര റൈഡറാണ്. എനിവേയ്സ് നമ്മൾ ഇവൻ്റെ അംഗനവാടിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അംഗനവാടി പോയിട്ട് അംഗനവാടിയിലെ വിശേഷങ്ങളൊക്കെ വേഗം കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പിള്ളേർ അംഗൻവാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെലിബ്രേഷൻ്റെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇതാ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പാരൻസ് എത്തിയിട്ടുണ്ട്. പിന്നെ പൂക്കൾ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ പൂക്കൾ റോസും മുണ്ടമല്ലിയൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് നിക്കി, അതായത് ചേച്ചി പോയിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവു ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇവുൻ്റെ ഫ്രണ്ട് ബിലാൽ ആൻഡ് കുറേ അധികം കുട്ടികളുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി കളിക്കുവാണ്. അപ്പോൾ എല്ലാവരും കൂടിയും രസമായിരുന്നു. ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളുടെ കളം വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൂവിടാനും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം വൈകിയെങ്കിലും എല്ലാം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. വെതർ പക്ഷേ കുറച്ച് നമ്മൾ പേടിപ്പിച്ചു. കാരണം മഴ പെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ പൂക്കളമൊക്കെ ഇട്ടത് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ അമ്മമാരും, അതായത് എല്ലാ പാരൻസും നല്ലപോലെ തന്നെ എന്താ പറയുക, സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പൂക്കളം ഇട്ടു. ആൻഡ് നമുക്ക് നല്ല രീതിക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു പൂക്കളം കിട്ടി. അതിനിടയ്ക്ക് ഇതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടി കളിക്കുമായിരുന്നു. അപ്പോൾ പൂക്കളത്തിൻ്റെ സൈഡിലോട്ട് അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. കാരണം പൂക്കളം സെറ്റാക്കുന്നതിനിടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. എന്തായാലും നമ്മൾ പൂക്കളിവിടെ ഓൾമോസ്റ്റ് സെറ്റായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പച്ച കളറിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് വന്നപ്പോഴാണ് അത് നല്ല അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോകണം. പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതിപ്പോൾ 12:30 ആവുന്നു. അപ്പോൾ നമുക്ക് കറി എടുക്കാൻ പോകണം വീട്ടിലേക്ക്. കാരണം ഓരോരുത്തർ കറി ഉണ്ടാക്കി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പാരൻസിനോട്. സോ നമ്മൾ കറി എടുക്കാൻ പോവാണ്. പൂക്കളം ഓൾമോസ്റ്റ് സെറ്റായിട്ടോ അല്ലേ എനിക്ക്? അല്ലേ? യെസ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോകാം. ഇനി വീട്ടിൽ പോയിട്ട് അവിയലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിയൽ അമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിവേസ് നമുക്ക് അവിയൽ കൂട്ടിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേനും പൂക്കളം ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ വന്നു. മഴ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് അടിപൊളിയാണ്. പിന്നെ അതാ പിള്ളേർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഇരുന്നു ഫുഡ് കഴിക്കുവാണ്.
സോ എല്ലാവരും ഹാപ്പി ആയിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ കറികളും ഒന്നും മെച്ചം തന്നെയായിരുന്നു. എന്തായാലും നമ്മൾ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം പാരൻസ് വരുന്നു, അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ എന്താ പറയുക, അംഗനവാടിയിൽ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ പോന്നു. ഇപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്യൂഷൻ്റെ സെലിബ്രേഷൻ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അതായത് ട്യൂഷൻ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് വേണം, എന്ത് ഗെയിംസ് കൊടുക്കണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ റിച്ചു, സമീർ, ഋഷ അതൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ 3 പേരേ ഉള്ളൂ. എന്തായാലും അവർക്ക് ഗെയിംസ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം നല്ലപോലെ വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. ഓരോ ഗെയിംസും നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു സ്പൂൺ റൈസും പിന്നെ എന്താ പറയുക, പാട്ടിൻ്റെ കുറച്ച് ഗെയിംസൊക്കെ കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അവർ നല്ലപോലെ എൻജോയ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ്ലി ഒരു ബാലൻസിങ് ഗെയിം ഇതുപോലെ ഉള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അവർ നല്ലപോലെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചു. ബട്ട് അങ്ങനെ വിന്നറൊക്കെ സെലക്റ്റായി, നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തു. അങ്ങനെ അടിപൊളിയായിരുന്നു ടീ ഡേ. അപ്പോൾ അംഗൻവാടിയിലെയും ട്യൂഷൻ ക്ലാസ്സിലെയും അതായത് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ നല്ലൊരു ഡേ ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.